മന്ത്രിമാർക്കെതിരായ മീഡിയ വണ്ണിന്റെ വ്യാജ വാർത്ത പൊളിക്കുന്ന രേഖകൾ പുറത്തുവിട്ട് മന്ത്രി എം പി രാജേഷ്. താനും കടന്നപ്പള്ളിയും നിയമവിരുദ്ധമായി മന്ത്രിയുടെ ശമ്പളവും മുൻ എംപിയുടെ പെൻഷനും വാങ്ങിയെന്ന വാർത്ത നുണയെന്ന് എം പി രാജേഷ്. എം പി പെൻഷൻ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് 2022 തന്നെ കത്ത് നൽകിയെന്നും ഏതാനും മാസം അധികമായി തന്റെ അക്കൗണ്ടിലേക്ക് അയച്ച അധിക തുക തിരിച്ചു പിടിക്കണമെന്ന് അറിയിച്ചിരുന്നെന്നും രേഖകൾ മന്ത്രി പുറത്തുവിട്ടു. കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കമലേഷ്, തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നൊരു സമയം, സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന ഒരു കാലം കൂടി വരികയാണ്. അതുമാത്രമല്ല, ഇന്നിപ്പോൾ നോക്കൂ, മീഡിയ വൺ പുറത്തു കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മന്ത്രി എം പി രാജേഷിനും കടന്നപ്പള്ളിക്കെതിരായ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിനെ പ്രതിരോധിച്ചിരിക്കുകയാണ് മന്ത്രി എം പി രാജേഷ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം തെളിവുകൾ സഹിതം പുറത്തുവിടുന്ന ഒരു സാഹചര്യത്തിൽ എന്തെല്ലാമാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ? വിജി, ഗുരുതരമായ ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ പോലും അതൊരു നുണ ബോംബ് സ്ഫോടനമാണ് മീഡിയ വൺ നടത്തിയിട്ടുള്ളത് എന്നതാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ തെളിവുകൾ സഹിതം ആ നുണ ബോംബ്, മീഡിയ വണ്ണിൻ്റെ നുണ ബോംബ് മന്ത്രി മണിക്കൂറുകൾക്കകം തന്നെ നിർവീര്യമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഇതിൻ്റെ രേഖകൾ, കത്ത് ഉൾപ്പെടെ മന്ത്രി അങ്ങോട്ട് അയച്ച, അതായത് ലോക്സഭാ സെക്രട്ടറി ജനറലിന് അയച്ച കത്ത് ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട്, ആ തെളിവുകൾ, രേഖകളെല്ലാം പങ്കുവെച്ചുകൊണ്ടാണ് മന്ത്രി എം പി രാജേഷ് ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തിറക്കിയിട്ടുള്ളത്. ഏതായാലും ഈ പോസ്റ്റിൽ വളരെ കൃത്യമായി മന്ത്രി പറയുന്ന കാര്യം എന്ന് പറയുന്നത് തനിക്കെതിരെയും അതുപോലെ തന്നെ മന്ത്രിയായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രനെതിരെയും മന്ത്രിമാരുടെ ശമ്പളം കൈപ്പറ്റുന്നതിനൊപ്പം തന്നെ മുൻ എം പി എന്ന നിലയിലുള്ള പെൻഷനും കൈപ്പറ്റുന്നു എന്ന ആരോപണമാണ്. അത്തരമൊരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് ഒരു നുണ വാർത്തയാണ് മീഡിയ വൺ പടച്ചുവിട്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പായിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ ഇത്തരത്തിൽ പുതിയ ഒരു നുണ ബോംബ് സ്ഫോടനം നടത്തിയിരിക്കുകയാണ് എന്ന ഒരു വരിയോടുകൂടിയാണ് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ഏതായാലും ഇതിനകത്തെ വസ്തുത എന്ന് പറയുന്നത് 2022 തന്നെ, 2022 ജനുവരി 10 തന്നെ ഇത് സംബന്ധിച്ച കത്ത് മന്ത്രി എം പി രാജേഷ്, അന്ന് സ്പീക്കറായിരുന്ന എം പി രാജേഷ്, ലോക്സഭാ സെക്രട്ടറി ജനറലിന് അയക്കുകയാണ്. അതായത് താൻ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നും സ്പീക്കറുടെ ശമ്പളം, അതുകൊണ്ട് തന്നെ സ്പീക്കറുടെ ശമ്പളം, ആ തുക കുറച്ചതിന് ശേഷമുള്ള തൻ്റെ എം പി പെൻഷൻ അത് പുനഃക്രമീകരിക്കണമെന്നും പുനർനിശ്ചയിക്കണമെന്നും ചൂണ്ടിക്കാട്ടിയുള്ള കത്ത് മന്ത്രി എം പി രാജേഷ് തന്നെയാണ് ലോക്സഭാ സെക്രട്ടറി ജനറലിന് അങ്ങോട്ട് അയക്കുന്നത്. അതിനുശേഷം പിന്നീട് മന്ത്രിയായ ഘട്ടത്തിലും ഈ മന്ത്രിയായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അത് കൃത്യമായി പറഞ്ഞാൽ 2023 ഫെബ്രുവരി 17 ഈ മന്ത്രിയായ ശേഷം ഇക്കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് വീണ്ടും ഒരു കത്ത് നൽകുന്നുണ്ട്. ഈ കത്ത് പരിഗണിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു പുനഃക്രമീകരണം നടത്താൻ, അല്ലെങ്കിൽ ഈ മന്ത്രിയുടെ എം പി ആയിട്ടുള്ള പെൻഷൻ ഉൾപ്പെടെ പുനർനിശ്ചയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ലോക്സഭാ സെക്രട്ടറി ജനറൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നത്. അക്കാര്യത്തിൽ താങ്കളുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ക്രമീകരിച്ചിരിക്കുന്നു എന്നും അതോടൊപ്പം ചില മാസങ്ങളിലെ പെൻഷൻ താങ്കൾക്ക് നേരത്തെ അയച്ചിട്ടുണ്ട്, അത് തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അത് മന്ത്രിയുടെ ആവശ്യം തന്നെയായിരുന്നു. അത് ഏതാനും മാസത്തെ പെൻഷൻ അത്തരത്തിൽ തൻ്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നുണ്ട്, അത് തിരിച്ചു പിടിക്കണമെന്നും മന്ത്രി ഈ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ കത്തിലെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ലോക്സഭാ സെക്രട്ടറി ജനറൽ തന്നെ ഇത്തരമൊരു മറുപടി കത്ത് തിരിച്ചയച്ചിട്ടുള്ളത്. ആ നിലയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ വസ്തുതകളെല്ലാം കൃത്യമായി കത്തിടപാടുകളുടെ രേഖകൾ, ഇങ്ങോട്ട് വന്ന കത്തും മന്ത്രി അങ്ങോട്ട് അയച്ച കത്തും എല്ലാം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഭാഗമായി മന്ത്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഇതായിരിക്കെയാണ് ഇക്കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ തന്നെയുള്ള നുണ വാർത്തകൾ മീഡിയ വൺ നൽകിയിട്ടുള്ളത് എന്ന ആക്ഷേപമാണ് മന്ത്രി പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മീഡിയ വണ്ണിൻ്റെ ഈ നുണ വാർത്ത കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് മന്ത്രി പൊളിക്കുകയാണ്. വിജി, അതായത് കമലേഷ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മണിക്കൂറുകൾക്കകം തന്നെ ഈ ബോംബ് നിർവീര്യമാക്കി കഴിഞ്ഞിരിക്കുന്നു മന്ത്രി എം പി രാജേഷ്. ഇതിനുശേഷവും മീഡിയ വണ്ണിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ആ വ്യാജ വാർത്തയ്ക്കെതിരായ പ്രതികരണം ഏതെങ്കിലും നിലയിലെങ്കിൽ അവർ പ്രതികരിച്ചിട്ടുണ്ടോ? വിജി, നിലവിൽ അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. നേരത്തെയും ഇത്തരം കാര്യങ്ങൾ തന്നെ മീഡിയ വണ്ണിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. പലതരത്തിൽ ഇത്തരത്തിൽ സർക്കാരിനെതിരെ ചില നുണ വാർത്തകൾ വരികയും തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ തൊട്ട് പിറ്റേന്നാൾ മാപ്പപേക്ഷയുമായി മീഡിയ വൺ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കണ്ടിട്ടുള്ളത്. അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഈ വിഷയത്തിലും തെറ്റുപറ്റി എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് മീഡിയ വൺ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വരാനുള്ളൊരു സാധ്യത കൂടി കാണുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ നിരന്തരം പലതരത്തിലുള്ള നുണവാർത്തകൾ നൽകുകയും അതിൽ ഖേദം പ്രകടിപ്പിച്ച് തൊട്ട് പിറ്റേന്നാൾ അതിൻ്റെ ചീഫ് എഡിറ്റർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സമാനമായ നിലയിലുള്ളൊരു പ്രതികരണമായിരിക്കും ഒരുപക്ഷെ മീഡിയ വണ്ണിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. വിജി, അതെ.
ഒട്ടും വൈകാതെ തന്നെ ഖേദപ്രകടനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.